back to our channel. I gave you my heart. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു ചിക്കൻ ബർഗർ ആണ് ഉണ്ടാക്കുന്നത്. ഇത് കുറേ കൊല്ലം മുന്നേ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്ലസ് വിത്തിൻ ഇയേഴ്സ് റിഫൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്കൊരു മിക്സി എടുക്കാം. അതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് പീസസ്, അതായത് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനാണ് പോണത്. അപ്പം ഞാനൊരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് പൊട്ടിച്ചെടുക്കുകയാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു പാറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ പാറ്റി ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 കഷ്ണം ഉള്ളി ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിട്ട് അതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അരച്ചെടുത്തതിലേക്ക് ഇനി ഞാൻ 1/2 സ്പൂൺ ഗാർലിക് പൗഡർ ഇടുകയാണ്. 1/2 ടീസ്പൂണാണ് ഇടുന്നത്. നിങ്ങളുടെ വീട്ടിലിപ്പം ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടാലും മതി. ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സോൾട്ട്, അതായത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതായത് വറ്റൽമുളക് പൊടിച്ചത്, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇനി അടുത്തായി നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് പൊടിച്ചതോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു 2 കഷ്ണം ബ്രെഡ് എടുത്തിട്ട് അത് പൊടിച്ച് അതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതാകുമ്പോൾ നമ്മുടെ പാറ്റി കുറച്ചൊരു കട്ടി ഉണ്ടാവും, നമുക്ക് പരത്തിയെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ കുറച്ചും കൂടി വലിയ ക്വാണ്ടിറ്റി കൂടും. ഒക്കെ ഒന്ന് കുഴച്ച് നന്നായിട്ട് നമുക്ക് ഇതാക്കി. ഇതിപ്പോൾ ഞാൻ ഒരു 3 പാറ്റിക്കുള്ള അളവാണ് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ആക്കി. ഇനി ഇതൊരു 3 പോർഷൻസായി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. നല്ല ഭംഗിയിൽ വട്ടത്തിൽ പരത്തിയെടുക്കാം. എൻ്റെ വട്ടമൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ ചെറിയ ഒരു 1/2 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് ഞാൻ എല്ലാം പരത്തിയെടുത്തത്. അതാകുമ്പോൾ 1/2 സെൻറ്റിമീറ്ററിൽ കുറവായിക്കോട്ടെ, വേവാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളുടെ പാറ്റി ഞാൻ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ഉണ്ടാക്കാം. അപ്പോൾ ബർഗറിന് വേണ്ടി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഉള്ളി ടോസ്റ്റ് ചെയ്യാണ്. അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചു. അതിൽ ബട്ടർ ഇട്ട് കൊടുത്തു. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. അതിലേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം നല്ല കാരമലൈസ്ഡ് ഓണിയൻസ് എന്ന് പറയും. അപ്പോൾ ഉള്ളി നല്ലോണം വാടി കിട്ടുമ്പോൾ ഈ ബട്ടറിൽ കിടന്ന് വാടണം. അങ്ങനെ വാടി ഒരു ഗോൾഡൻ കളറായ നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഉള്ളി മാറ്റാം. നല്ല ഒരു ഓറഞ്ച് കളർ കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഇത്. അപ്പം നമുക്കത് കോരി മാറ്റാം. ഇനി അടുത്ത ഇത് നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് കുക്കിംഗ് കണ്ടിന്യൂ ചെയ്തത്. സോ ഉള്ളി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പാറ്റി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു സമയത്ത് 2 പാറ്റിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ഓരോ സൈഡ് വെച്ച് നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. തിന്നായി ചെയ്യുന്നതുകൊണ്ട് ചിക്കൻ നന്നായി കുക്കായി കിട്ടും. ഒരു സൈഡ് നമുക്ക് കുക്കായി കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, മറിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. നല്ലൊരു കളറായിരിക്കും. അപ്പുറത്തെ സൈഡും കുക്കായി കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് മറച്ചിട്ടിട്ട് നമുക്കതിൻ്റെ മേലെ ചീസ് വെച്ച് കൊടുക്കാം. അപ്പം ചൂടുള്ള സൈഡാണ് നമ്മൾ മേലെ ആക്കുന്നത്. അപ്പോൾ ആ ചീസ് ഇനിയിപ്പോൾ ചീസ് മെൽറ്റ് ചെയ്യാനുള്ള സമയം കൂടി നമ്മൾ വെച്ചാൽ മതി. ചീസ് നല്ലോണം മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിൽ നമുക്ക് ബണ്ണ് ചൂടാക്കാം. ഞാനിപ്പോൾ 2 പാറ്റിയല്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ ബണ്ണ് 2 കഷ്ണമാക്കി നടുവിലൂടെ മുറിച്ചിട്ട് നമുക്ക് ആ ഉള്ള ബട്ടർ, കുറച്ച് ബട്ടർ ആ
പാറ്റിയൊക്കെ കുക്കായ ആ ബട്ടറിൽ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സോസാണ്. അതിന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മയണൈസിൻ്റെ എമൗണ്ട് കൂട്ടുക, അത് ഓരോരുത്തരും ഇഷ്ടം പോലെ. നിങ്ങൾ ആ സോസ് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്ലേവർ പോലെ ആക്കിയാൽ മതി. അപ്പം ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ള പോലെയാണ് ഉണ്ടാക്കുന്നത്. ഈക്വലായിട്ട്, രണ്ടും ഈക്വലായിട്ടാണ് ആഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് സോസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഈ സോസോടുകൂടി നമുക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് അസംബിൾ ചെയ്യാനേ ബാക്കിയുള്ളൂ. അപ്പോൾ അസംബിൾ ചെയ്യാൻ ആദ്യം നമുക്ക് ബണ്ണ് വെച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളുടെ സോസ് ഉണ്ടാക്കിയ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ലോണം സോസ് ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, അപ്പം ഞാൻ കുറച്ച് സോസ് എടുത്തു. ഇനി ഞാൻ വെക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് കുക്കുംബർ വെക്കാം, എന്ത് വെജിറ്റബിൾസ്. തക്കാളിയാണ് നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യാറ്, അപ്പം ഞാൻ തക്കാളി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റി നമുക്ക് എടുത്ത് വെക്കാം. അതിൻ്റെ മേലെ ചീസും ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ കാരമലൈസ്ഡ് ഓണിയൻസ്, അതായത് ആ സോട്ട് ചെയ്ത് വെച്ച ബട്ടർ സോട്ട് ചെയ്ത ഒനിയൻ, നമ്മുടെ മേലത്തെ ബൺ. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി യമ്മി ബർഗർ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചിക്കൻ ബർഗർ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഫ്രം ഐഷു.